ലോകം കണ്ട ഏറ്റവും തന്ത്രശാലിയായ ഫുട്ബോൾ പരിശീലകരിൽ ഒരാളായ പെപ് ഗ്വാർഡിയോള ഏറ്റവും സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അപൂർവ തകർച്ചയ്ക്ക് സാക്ഷിയായ ഗാർഡിയോളയും സിറ്റിയും പതുക്കെ തിരിച്ചു വരികയാണ്. തുടർച്ചയായ 7 തോൽവികളാണ് അവരുടെ മുൻപിലുണ്ടായത്. അടുപ്പിച്ച് 4 തോറ്റു. ആകെ 7 മത്സരങ്ങളിൽ ജയമില്ലാതെ പോയി. ഒടുവിൽ കഴിഞ്ഞ ദിവസം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഗാർഡിയോളയുടെ പ്രൊഫഷണൽ കരിയറിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയധികം മത്സരങ്ങൾ ജയമില്ലാതെ അയാൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗാർഡിയോള ആരാധകർക്കും സിറ്റിയുടെ ആരാധകർക്കും വലിയ ആശങ്കയുടെ സമയം കൂടിയാണ്. ടീം ഏതുമാകട്ടെ, പരിശീലകൻ പെപ് ഗ്വാർഡിയോള ആണെങ്കിൽ എതിരാളികളൊന്ന് വിറയ്ക്കും. ബാഴ്സലോണയ്ക്കും ബയൺ മ്യൂണിക്കിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും വിജയക്കൊടി നൽകിയ പെപ് ഗ്വാർഡിയോള. ഈയിടെ പെപ്പിനൊന്ന് അടിപതറി. മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടരെ പരാജയങ്ങൾ. പെപ്പ് തന്നെ മാറിപ്പോയി. സമ്മർദ്ദം താങ്ങാനാകാതെ ഒരു മത്സരത്തിനിടെ പെപ്പിന്റെ നഖം കൊണ്ട് തലയിലും മൂക്കിലുമെല്ലാം മുറിവേറ്റു. ഫുട്ബോൾ ലോകത്തിനു മുന്നിൽ തലകുനിക്കുന്ന പെപ് ഗ്വാർഡിയോള. ആ മുറിപ്പാടുകൾ പെപ്പിന്റെ ഹൃദയത്തെ കൂടിയാവണം നോവിച്ചത്. സിറ്റിയെ എഴുതിത്തള്ളാൻ നോക്കിയവരോട് പെപ്പിനെ അറിയുന്ന പലരും പറഞ്ഞു, ഇത് ഗ്വാർഡിയോളയാണ്. ബാഴ്സലോണയ്ക്കാദ്യമായി യൂറോപ്യൻ കപ്പ് നേടിക്കൊടുത്ത യോഹാൻ ക്രൈഫിന്റെ സ്വപ്ന സംഘത്തിലെ അംഗം. പിന്നീട് സാവിക്കും ഇനിയസ്റ്റയ്ക്കുമൊപ്പം ലിയോണൽ മെസ്സിയെ കോർത്തിണക്കിയ പെപ് ഗ്വാർഡിയോള. ബയേണിലേക്ക് മാറിയിട്ടും വിജയം കൊയ്ത ഗ്വാർഡിയോള. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്ത ഗ്വാർഡിയോള. നിഗൂഢമായ ഫുട്ബോളിന്റെ വഴികളിൽ സുവർണലിപികൾ എഴുതിയ പരിശീലകൻ. ലോക ഫുട്ബോളിലെ തന്ത്രങ്ങളുടെ ആശാൻ കുരിശിലേറ്റും മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ആശ്വാസതീരത്തേക്കും. AP സജിഷ, സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.